നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മറയൂരിലെ കാർഷിക ഭൂമിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. 3 കർഷകരുടെ ഉടമസ്ഥയിലുള്ള 6 ഏക്കർ ഭൂമിയിൽ നിന്നും 2500ഓളം കവുങ്ങുമരങ്ങൾ വെട്ടിനശിപ്പിച്ചു. 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്ടിന്റെ ഭാഗമായി വണ്ടൻമേട്ടിൽ നിർമ്മിച്ച കെട്ടിടം നാശത്തിന്റെ വക്കിലേക്ക്. 34 വർഷം മുമ്പാണ് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചത്. എന്നാൽ 1 വർഷം മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ തെളിവാണ് വണ്ടൻമേട്ടിലെ ഈ ട്രെയിനിംഗ് സെന്റർ. കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയവും ബോധവൽക്കരണ ക്ലാസും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താമെന്നതാണ് ഇത്തവണ പ്രമേഹ ദിനാചരണത്തിന്റെ സന്ദേശം. വിശദമായ വാർത്തകൾ. മറയൂരിലെ കാർഷിക ഭൂമിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. 3 കർഷകരുടെ ഉടമസ്ഥയിലുള്ള 6 ഏക്കർ ഭൂമിയിൽ നിന്നും 2500ഓളം കവുങ്ങുമരങ്ങൾ വെട്ടിനശിപ്പിച്ചു. 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു. സഹോദരങ്ങളായ വടക്കേപ്പറമ്പിൽ ഡേവിഡ്, സൈമൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ ഭൂമിയിൽ നിന്നും അയൽവാസിയായ രാജുവിന്റെ 1 ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് കവുങ്ങുകൾ വെട്ടിമാറ്റിയത്. രാത്രിയുടെ മറവിൽ കൃഷിഭൂമിയിലെത്തിയവർ വർഷങ്ങളുടെ അധ്വാനം പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നു. വടക്കേപ്പറമ്പിൽ ഡേവിസിൻ്റെയും അതുപോലെ സൈമൻ്റെയും പറമ്പിലെ ഏതാണ്ട് 5 ഏക്കർ സ്ഥലത്തെ 1500-ൽ പരം കവുങ്ങുകൾ വെച്ച് 3 വർഷം വരെ പ്രായമായ കവുങ്ങുകൾ സാമൂഹിക വിരുദ്ധർ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. വെട്ടാനുള്ള കാരണം കഴിഞ്ഞ അടയ്ക്ക സീസണിൽ ഈ ഭാഗത്തുനിന്ന് ഈ തോട്ടത്തിൽ കയറി അടയ്ക്ക കക്കുകയും പോലീസിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പിടിച്ച് റിമാൻഡ് ചെയ്യുകയുണ്ടായി. ആ റിമാൻഡ് ചെയ്ത ആ പ്രതികളാണ് എന്ന് സംശയിക്കുന്നതായി അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. 2 വർഷം മുതൽ 5 വർഷം വരെ പ്രായമുള്ള കവുങ്ങുകളാണ് വെട്ടിയത്. മറ്റു കൃഷികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പറമ്പിൽ അടയ്ക്ക കൃഷിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പറമ്പിൽ അടയ്ക്ക മോഷണം പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അടയ്ക്ക പോലീസുകാരുമായിട്ട് ഒന്ന് കള്ളന്മാരെ പിടിച്ചായിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ അമ്മമാർ പല പ്രാവശ്യം നമ്മളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവന്മാർ സംഘമായിട്ട് വന്ന് എൻ്റെ പറമ്പിൽ കയറി ഒരു 1500 കമുക് ചൂടോടെ വെട്ടി നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. എനിക്ക് തൊഴിൽ കൃഷിയാണ്. 2.5 ഏക്കർ സ്ഥലമുണ്ട്. അത് മുഴുവനും കമുക് തൈ വെച്ചേക്കുകയാണ്. അത് ഇതിനു മുമ്പ് ഇളവ് കേസിൽ അവിടെ ഞങ്ങൾ അടയ്ക്കാൻ കട്ട ഒരു മോഷണാവിനെ ഞങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാണ്. ആ വൈരാഗ്യത്തിന് എൻ്റെ ഒരു 1500 കമുകും തൈകൾ 2-3 വർഷമായ തൈകൾ വെട്ടി നശിപ്പിച്ച് ഇട്ടേക്കുവാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും അടയ്ക്ക മോഷണം പോയിരുന്നു. സംഭവത്തിൽ മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കവുങ്ങുകൾ വെട്ടിയതെന്നാണ് കർഷകരുടെ ആരോപണം. ഇത്രയും ആദായം നശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജന്മത്തെ ഉള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഇതുങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇതിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എൻ്റെ പറമ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇതുങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നശിപ്പിച്ചു. കർഷകരുടെ പരാതിയിൽ മറയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്ടിന്റെ ഭാഗമായി വണ്ടൻമേട്ടിൽ നിർമ്മിച്ച കെട്ടിടം നാശത്തിന്റെ വക്കിലേക്ക്. 34 വർഷം മുമ്പാണ് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചത്. എന്നാൽ 1 വർഷം മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ തെളിവാണ് വണ്ടൻമേട്ടിലെ ഈ ട്രെയിനിംഗ് സെന്റർ. 1990-ലാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ 1 വർഷം കഴിഞ്ഞതോടെ ട്രെയിനിംഗ് അവസാനിപ്പിച്ചു. പിന്നീട് ഇവിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി. പിന്നീടാണ് ഈ കെട്ടിടം മെയിൻ്റനൻസ് നടത്തി ജില്ലാ TB സെന്റർ ആരംഭിച്ചത്. 4 ഡോക്ടർമാരും ആവശ്യമായ മറ്റ് ജീവനക്കാരെ നിയമിച്ച് നല്ല രീതിയിലാണ് സെന്റർ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാലും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആരുടെയോ താൽപര്യം മൂലം സെന്റർ പൈനാവിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തതായാണ് ആരോപണം.
ഇതിൽ പ്രതിഷേധിച്ച് അന്നത്തെ ഉടുമ്പൻചോല MLA KK ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ രാത്രിയുടെ മറവിൽ ഫർണിച്ചറുകളടക്കമുള്ള സാധനങ്ങൾ ആരോഗ്യവകുപ്പ് നീക്കം ചെയ്യുകയായിരുന്നു. 2014-15 35 ലക്ഷം രൂപ മുടക്കി കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തുകയും വീണ്ടും ഇവിടം അടഞ്ഞുകിടന്നതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തു. 1988-89 കാലഘട്ടത്തിൽ ഇന്ത്യൻ പോപ്പുലേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു ബാച്ച് വണ്ടൻമേട് വെച്ചൂരാട്ട് ബിൽഡിങ്ങിൽ വാടകയ്ക്ക് കെട്ടിടമെടുത്ത് അവിടെ ഒരു ബാച്ചിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത ബാച്ചിനെ ഇവിടെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 1990 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്ന് രണ്ടാമത്തെ ബാച്ചിൻ്റെ പഠനവും ഇവിടെ നടന്നു. അതിനുശേഷം തുടർന്ന് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കുള്ള ട്രെയിനിങ് നിർത്തലാക്കിയതാണോ എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം ഈ കെട്ടിടത്തിൽ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രവൃത്തിയും നടന്നിട്ടില്ല. അപ്പോൾ കെട്ടിടം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇത് TV സെൻ്ററായിട്ട് ജില്ലാ TV സെൻ്ററായിട്ട് പ്രവർത്തിക്കുകയും TV സെൻ്ററിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ജില്ലയുടെ വിവിധ മേഖലയിലുള്ള ഹൃദ്രോഗികൾ TB രോഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇവിടെ വരികയും ഏതാണ്ട് 4 ഡോക്ടർമാരും അതിനുള്ള നഴ്സുമാരും അവരെ പരിചരിക്കുന്നതിനും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു TV സെൻ്ററായിരുന്നു. ആ സമയത്ത് തൊടുപുഴക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഇവിടെ വരികയും ആ ഡോക്ടർ അങ്ങനെയുള്ള സ്വാർത്ഥ മനോഭാവം കാരണം ഈ സെൻറ്റർ ഇവിടെ നിന്നും ഇടുക്കി പൈനാവിലേക്ക് മാറ്റുന്ന ഒരു ശ്രമം നടത്തി. അങ്ങനെ ഈ സെൻറ്റർ പൂട്ടിയിടാൻ തുടങ്ങുകയും അന്നത്തെ MLA ആയിരുന്ന KK ജയചന്ദ്രൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും നാട്ടുകാർ ഇവിടെ സമരം വരുന്ന ഒരു ദിവസം ഈ സെൻറ്റർ നാട്ടുകാർ തന്നെ അവർ പൂട്ടിവെച്ച് പോകാതിരിക്കാൻ വേണ്ടി നാട്ടുകാരൊരു താഴിട്ട് പൂട്ടി. പക്ഷേ അന്നേ ദിവസം ഇവരൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം രാത്രി ഈ താഴെല്ലാം പൊട്ടിച്ച് മാറ്റി കള്ളക്കടത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ ഈ സാധനങ്ങൾ മുഴുവൻ രാത്രി തന്നെ ഇവിടുന്ന് കടത്തുകയുണ്ടായി. അന്നടച്ചിട്ട ഒരു കെട്ടിടമാണിത്. നാളിതുവരെ പൊതുജനങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ വണ്ടൻമേട് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് ഇവിടെ താവളമടിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ നീക്കി കോടികൾ മുടക്കിയ കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമ ഭേദഗതി പാസാക്കിയത്. പുതിയ നിയമപ്രകാരം 1996 മുമ്പ് ഭൂമി കൈവശം വച്ചിരിക്കുന്ന കർഷകർക്ക് പട്ടയത്തിന് അർഹതയുണ്ടാകും. ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന് ഗുണം ലഭിക്കുക. എന്നാൽ വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാൻ വേണ്ട ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല എന്നാണ് ആക്ഷേപം. കേന്ദ്ര ഗവൺമെൻറ് 2023 ഡിസംബർ മാസം 12 പുറത്തിറക്കിയിട്ടുള്ള 1980 വനസംരക്ഷണ നിയമ ഭേദഗതി, ആ ഭേദഗതി നടപ്പിലാക്കിയാൽ, ആ ഭേദഗതി അംഗീകരിച്ചാൽ, ആ ഭേദഗതിയുടെ ബേസിൽ ജനങ്ങൾ നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ഈ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഭീഷണി നേരിടുന്ന മുഴുവൻ ആൾക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1996 മുമ്പ് ഞങ്ങളിവിടെ അതിനു മുമ്പ് അധിവസിക്കുന്നവരാണെന്നും ഇവിടെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ ഒക്കെയുള്ള ജനനിബിഡമായിട്ടുള്ള സ്ഥലത്ത് ആണ് അധിവസിക്കുന്നതൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് തങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്താനായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തുകൾ അയച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തുറന്നു കാണിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരും ഇടപെടേണ്ട, തങ്ങളുടെ ജീവനും സ്വത്തിനും തങ്ങളുടെ ഭൂമിക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അത് ഈ CHR മേഖലയുടെ ആ പിടിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. CHR കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി അനുസരിച്ച് ഇടുക്കിയിൽ പട്ടയ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. അന്തിമവിധി കർഷകർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ശക്തമാണ്.
കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി CHR കേസിൽ കർഷകർക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. ഇതിനായി സംസ്ഥാന സർക്കാർ വേണ്ട ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയവും ബോധവൽക്കരണ ക്ലാസും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താമെന്നതാണ് ഇത്തവണ പ്രമേഹ ദിനാചരണത്തിന്റെ സന്ദേശം. പ്രമേഹത്തിന്റെ വ്യാപനവും അതിന്റെ ആഘാതവും ഉയർത്തിക്കാട്ടുന്നതിനും പ്രമേഹത്തിന്റെ പ്രതിരോധ നുറുങ്ങുകളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുമായാണ് ലോക പ്രമേഹ ദിനം എല്ലാ വർഷവും നവംബർ 14 സംഘടിപ്പിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് സംസ്കരിക്കാനും ഉപയോഗിക്കാനും ശരീരം പരാജയപ്പെടുന്ന ഒരു രോഗമാണ് പ്രമേഹം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ, സാധാരണ ശരീരഭാരം നിലനിർത്തൽ, പുകയില ഉപയോഗം ഒഴിവാക്കൽ എന്നിവയിലൂടെ പ്രമേഹം തടയാവുന്നതാണ്. കട്ടപ്പനയിൽ നടത്തിയ ദിനാചരണം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR ഉദ്ഘാടനം ചെയ്തു. അപ്പം നമുക്കറിയാം, ഒരു പ്രമേഹം നമ്മൾ വെറുതെ ഒരു ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ കണ്ടാൽ ഓടി നമ്മൾ മരുന്നിലേക്ക് ആശ്രയിക്കുന്നു, ഡോക്ടറെ കാണാൻ ഓടി വരുന്നു. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇത്തരം രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ കൂടുക, അങ്ങനെ വരുന്ന രോഗങ്ങളെല്ലാം ജീവിതശൈലി കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് വെക്കാൻ പറ്റുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം BP ഇത്തിരി കൂടുക, ഷുഗർ ഇത്തിരി കൂടുതൽ റേഞ്ച് കാണിക്കുക എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ തരുന്നതാണ് നമുക്ക്. അപ്പൊ ആ സിഗ്നൽ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മരുന്നിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് മരുന്നിലേക്ക് ആകുകയല്ല വേണ്ടത്. നമ്മളപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജീവിതശൈലി കൊണ്ട് മാറ്റാവുന്ന ഇത്തരം രോഗങ്ങൾ നമ്മൾ എക്സർസൈസ് കൊണ്ടും ഫുഡ് കൊണ്ടും കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ആദ്യം നോക്കണം. മെഡിക്കൽ ഓഫീസർ പ്രശാന്ത് VK ഡയബറ്റിക് ദിന സന്ദേശം നൽകി. ഇതിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനമായിട്ട് ഒന്ന് പ്രമേഹം, നമ്മൾ ബേസ് ചെയ്യുന്ന മെയിനായിട്ട് പ്രമേഹം തന്നെയാണ്. പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുണ്ട്. ഈ പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പൈസയാണ്. അതായത് മരുന്നുകൾക്കുള്ള അമിതമായ ചിലവാണ്, ഇൻസുലിൻ്റെ ചിലവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുക. സാധാരണക്കാരുടെ ഫാമിലിക്ക് താങ്ങാനൊക്കാത്ത രീതിയിലുള്ള ചിലവുകളാണ് വരുന്നത്. പിന്നെ രണ്ട്, നമ്മുടെ ജനങ്ങളുടെ ആഹാര രീതി, അത് ഡയറ്റീഷ്യൻ വ്യക്തമായി പറയുമെന്ന് തോന്നുന്നു. ആഹാര രീതികൾ അതിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അഞ്ചും കഴിക്കുന്ന ആൾക്കാരിലൊന്നും നമ്മൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ, അതിൽ മലയാളികൾ പ്രത്യേകിച്ച് ചോറ് നമ്മുടെ അവിഭാജ്യമായ ഘടകം. 3 നേരം ചോറ് കഴിക്കുന്നവരാണ് മലയാളം. ചോറാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ചോറ് തന്നെയാണ് നമ്മളുടെ ഡയറ്റിൻ്റെ 90%, 85 മുതൽ 90% കാർബ് തന്നെയാണ്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ അവതരിപ്പിച്ച സൂംബ ഡാൻസും നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ VK ദിലീപ്, സ്റ്റാഫ് സെക്രട്ടറി പ്രഭുകൃഷ്ണ, ഡയറ്റീഷ്യൻ ആഷ ജോസഫ്, JHI വിധു S സോമൻ, നീതു സോമൻ, ജിൻസി KS തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19, 20, 21 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന വേദിയായി നടക്കുന്ന കലോത്സവത്തിൽ 79 സ്കൂളുകളിൽ നിന്നായി 3000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഉപജില്ലാതല സ്കൂൾ കലോത്സവങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19, 20, 21 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് 19, 20, 21 തീയതികളിൽ 8ഓളം സമീപ സ്റ്റേജുകളിലുമായിട്ട് നടക്കുന്ന വിവരം എല്ലാ മാന്യ വ്യക്തികളോടും അറിയിക്കുന്നു. ഏകദേശം 79ഓളം സ്കൂളുകളിൽ നിന്ന് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായിട്ട് 3500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ മാമാങ്കത്തിലേക്ക് അടിമാലിയിലെ എല്ലാ നല്ലവരായ മാന്യ വ്യക്തികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 79 സ്കൂളുകളിൽ നിന്നായി 3500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സോമൻ ചെല്ലപ്പൻ, ജനറൽ കൺവീനർ K. സേതുക്കുട്ടി, ട്രഷറർ ആനിയമ്മ ജോർജ്, പ്രോഗ്രാം കമ്മിറ്റി ഓഫീസർ ബിനോയ് കയ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന യോഗം ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു.
പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. 2025 നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള മിഷൻ 2025 പരിപാടിയുടെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന നടന്നുവരുന്നത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസ് ഒരു മഹത്തായ വലിയ പ്രസ്ഥാനമാണ്. ആ വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു വലിപ്പവും ഒക്കെ നമുക്കും സ്വയം ആർജവമാകും. നമ്മുടെ പാർട്ടിയുടെ വലിപ്പത്തെപ്പറ്റി അല്ലെങ്കിൽ മഹത്വത്തെപ്പറ്റി പറയുമ്പോൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. ആ ഫ്ലെക്സ് ബോർഡിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയും സമൂഹത്തിലെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് ഹരിജന വിഭാഗത്തിൽപ്പെട്ട് ഹരിജൻ കോളനിയിൽ വളർന്ന് വളരെ കഷ്ടപ്പെട്ട് നിത്യചെലവ് നടത്തി സ്കൂളിൽ പോയി, പ്രൈമറി സ്കൂളിൽ പോയി, സർക്കാർ സ്കൂളിൽ പോയി പഠനം നടത്തി. പിന്നീട് അങ്ങോട്ട് രാജ്യത്തുണ്ടായിരുന്ന എല്ലാ പരീക്ഷകളിലും 1ാം സ്ഥാനത്ത് ജയിച്ച് 9 തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായി. KPCC സെക്രട്ടറി തോമസ് രാജൻ, മുൻ DCC പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജോയ് തോമസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ, ജെയ്സൺ K ആന്റണി, MD അർജുനൻ, സിജു ചക്കുമുട്ടിൽ, അനീഷ് മണ്ണൂർ, സാജു കാരക്കുന്നേൽ, ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി നേതാക്കൾ പങ്കെടുത്തു. CPM പശുമല ലോക്കൽ സമ്മേളനം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾക്കായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. CPIM 14ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അവസാന ലോക്കൽ സമ്മേളനമാണ് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. 216 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷമാണ് അവസാന ലോക്കൽ സമ്മേളനമായ പശുമല ലോക്കൽ സമ്മേളനം നടന്നത്. റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പശുമല ലോക്കൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം സുധാകരൻ പതാക ഉയർത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ച പശുമല ലോക്കൽ സമ്മേളനത്തിൽ S അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. തുടർന്ന് നടന്ന ലോക്കൽ സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. കള്ളപ്രചരണത്തിനായി പ്രതിപക്ഷം ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വരാൻ പോകുന്ന ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, നമുക്ക് ജയിക്കണം. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് തിരിച്ചറിയാനും അത് നുണയാണെന്ന് പറയാനും പ്രചരിപ്പിക്കുന്നവരെ തെരുവിലെതിർക്കാനും CPM മെമ്പർമാർ ധൈര്യം കാണിക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ്, പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി S സാബു, നേതാക്കളായ MK മോഹനൻ, ശാന്തി ഹരിദാസ്, തങ്കദുരൈ, റെനിൽ മാത്യു, CK സോമൻ, ഷൈജൻ, TS മനോജ്, MD ലിസി, PK ഗോപി, സ്റ്റെലികുമാർ, K ചന്ദ്രൻ, മധു തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം വളഞ്ഞങ്ങാനത്തിന് സമീപം ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിയായ ഇദ്ദേഹത്തെ ലോറി വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡിന് കുറുകെയാണ് ലോറി അപകടത്തിൽപ്പെട്ടത്. മുമ്പ് മണ്ഡലകാലത്ത് ഇതേ സ്ഥലത്ത് തേങ്ങ കയറ്റിവന്ന ലോറിയും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നവംബർ 27 മുതൽ 30 വരെയാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് പുറമെ വിവിധ വകുപ്പ് പ്രതിനിധികളും ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു.
35ാമത് ഇടുക്കി ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവം നവംബർ 27 മുതൽ 30 വരെ കഞ്ഞിക്കുഴിയിൽ നടക്കും. ജില്ലയിലെ 7 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന റവന്യൂ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ എത്രയോ കലോത്സവങ്ങളിൽ പോയി. ഇവിടെ മത്സരം ആരംഭിക്കുമെന്ന് വന്നിറങ്ങിയപ്പോഴും ദൈവമേ ജീവനുമായി തിരിച്ച് തൊടുപുഴയ്ക്ക് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരു പരാതിയുമില്ലാതെ എത്ര മനോഹരമായി ഇവിടെ നടത്തപ്പെട്ടു. ആളുകളുടെ എല്ലാം വലിയ താല്പര്യവും വലിയ സപ്പോർട്ടും ഇതിന് ലഭിച്ചു. ഇത് ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇവിടുത്തെ നമ്മുടെ പങ്കാളിത്തം മാത്രം മതി ഈ പരിപാടി ഇവിടെ വലിയ നന്നായി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറവുകളുണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ആ പരിമിതികളെയൊക്കെ നമുക്ക് കൂട്ടായ പ്രയത്നത്തിലൂടെ മറികടക്കാനായിട്ട് കഴിയും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മധു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, സ്കൂൾ മാനേജർ ബിജു മാധവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഐക്കിര, ടിൻസി ജെയ്മോൻ, മാത്യു തായങ്കരി, ലിൻസി കുഞ്ഞുമോൻ, സ്കൂൾ പ്രിൻസിപ്പൽ രാജി ജോസഫ്, ഹെഡ്മിസ്ട്രസ് മിനി ഗംഗാധരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി എസ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ബിനുമോൻ കെ.ആർ. ഷാജിമോൻ, CB ആറുകാട്ട് ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനം സമാപിക്കുമ്പോൾ LP വിഭാഗത്തിൽ ഓവറോൾ കിരീടം ഗവൺമെന്റ് LP സ്കൂൾ അണക്കരയും, രണ്ടാം സ്ഥാനം ഗവൺമെന്റ് LP സ്കൂൾ പൂക്കളവും നേടി. LP തമിഴ് വിഭാഗം മത്സരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ 47 പോയിന്റോടെ ഓവറോൾ കിരീടം നേടി ഗവൺമെന്റ് LP സ്കൂൾ അണക്കര. 42 പോയിന്റ് നേടി ഗവൺമെന്റ് LP സ്കൂൾ പൂക്കളം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും PTA പ്രസിഡന്റ് റോയി എബ്രഹാം വിതരണം ചെയ്തു. UP വിഭാഗത്തിൽ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 20 പോയിന്റുകളും ഗാന്ധിജി ഗവൺമെന്റ് UP സ്കൂൾ 16 പോയിന്റും AKM കൊച്ചറ 16 പോയിന്റും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് തോമസ് ഇരട്ടയാർ 45 പോയിന്റുകളും ഗാന്ധിജി EMHSS 42ഉം SMHSS മുരിക്കാശ്ശേരി 36 പോയിന്റുകളും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ SDHSS ഇരട്ടയാർ 73 പോയിന്റുകളും SDHSS കട്ടപ്പന 54 പോയിന്റും നേടി. പാമ്പനാറിൽ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിന് വീട് പൊളിച്ചുമാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥലമുടമയും ഗുണ്ടകളും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. പഴയ പാമ്പനാർ പുതുവൽ അരുവിക്കൽ വീട്ടിൽ രമ്യയും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തു വന്നത്. കോടതി ഉത്തരവ് നിലനിൽക്കെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് രമ്യ പറഞ്ഞു. പാമ്പനാർ, പുതുവൽ, അരുവിക്കൽ, ധർമ്മൻ, ഡെയ്സി റാണി, രമ്യ എന്നിവരാണ് അടുത്തുള്ള സ്ഥല ഉടമയും ഗുണ്ടകളും ചേർന്ന് വഴിവിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നത്. 1994 രമ്യയുടെ പിതാവ് ധർമ്മൻ ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങുകയും 1995 2 മുറിയുള്ള വീട് നിർമ്മിക്കുകയും ചെയ്തു. ഈ സമയത്ത് സ്ഥല ഉടമ ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മാത്രമാണ് നൽകിയിരുന്നത്. തുടർന്ന് 2015 മുതൽ ഈ സ്ഥലവുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് വഴിവിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും തുടർന്ന് ഇതുവഴി ആരും കയറാൻ പാടില്ലെന്ന് കോടതി ഉത്തരവ് വാങ്ങുകയും ചെയ്തു. രമ്യ വിദേശത്തേക്ക് ജോലിക്ക് പോയ ശേഷം രമ്യയുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രമ്യ തിരിച്ചെത്തിയ ശേഷം വീട് പുതുക്കി നിർമ്മിക്കാൻ ആരംഭിച്ചതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. അപ്പം ഞാൻ ഈ കോടതി വിധിയൊക്കെ എടുത്ത് കാണിച്ചു. ഈ കോടതി വിധി ഉണ്ട്, നമ്മുടെ ആധാരത്തിൽ വഴിയൊന്നുമില്ല, 10 സെന്റ് വസ്തുവേ ഉള്ളൂ, ഇതിൽ വഴി കൊടുക്കാൻ എനിക്ക് സ്ഥലമില്ല, എനിക്ക് വീട് പണി ചെയ്യണം, എൻ്റെ വീട്ടിൽ കിച്ചൺ ഇല്ല, ബാത്റൂം ഇല്ല, അപ്പം അതുകൊണ്ട് എനിക്ക് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കരുത്. സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്, സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കൊടുത്തേനെ എന്ന് ഈ ഷൈജൻ ചേട്ടൻ്റെ അടുത്ത് ആ സ്ഥലക്കാരോട് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ കേൾക്കുന്നില്ല. നിരന്തരം വന്ന് തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ മോളെ റോഡിൽ നിന്ന് ശല്യം ചെയ്യുന്നു, വീട്ടിലേക്ക് കയറ്റി വിടുന്നില്ല. പിന്നെ ഈ വഴി കൂടെ പോകുന്നവരാണ് എൻ്റെ മോളെ വീട്ടിലേക്ക് കയറ്റി വിടുന്നത്. പിന്നെ അവർ പറയുന്ന ഒറ്റ കാര്യം, നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരില്ല, വഴി തരണം, അവർക്ക് വഴി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇതിനിടയിൽ അതിക്രമിച്ച് കയറാനെത്തിയ സ്ത്രീയുമായി വാക്കേറ്റമുണ്ടാകുകയും രമ്യയുടെ മകൾ അശ്വിനിയെയും മാതാവ് ഡെയ്സി റാണിയെയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ഇവർ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഈ കുടുംബത്തിലെ 3 പേർക്കെതിരെ കള്ളപ്പരാതി നൽകുകയും പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി ഡെയ്സി റാണി പറഞ്ഞു. ഞാൻ ആശുപത്രി പോയതിൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ ആശുപത്രി ഡോക്ടറെ കാണിച്ചപ്പം അതിൻ്റെ റിസൾട്ട് ഇവിടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ CA പറഞ്ഞു, ഇവിടെ ഒന്നും അയച്ചിട്ടില്ല, നിങ്ങൾ കള്ള കേസാണ് കൊടുക്കുന്നത്. അപ്പം
നിങ്ങൾ അവർക്ക് നടക്കാനുള്ള വഴി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അവർ നുണ പറയുക, അതിനകത്ത് നടക്കാൻ അവർക്ക് വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്രയും കൊല്ലം അവർ പറഞ്ഞത് 30-40 കൊല്ലം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അവർ പറയുക 35 കൊല്ലം നടന്ന് നിങ്ങൾ അവർക്ക് വഴി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ CA പറയുക 35 കൊല്ലമല്ല 45 കൊല്ലം അതിനകത്ത് നടന്നിട്ടുണ്ട് ഞാൻ പറയുക, അതുകൊണ്ട് നിങ്ങൾ വഴി കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രശ്നക്കാരായ സ്ഥല ഉടമകൾക്ക് മറ്റൊരു വശത്തു കൂടി വഴിയുള്ളതാണ്. 10 സെന്റ് സ്ഥലമാണ് തങ്ങൾക്കിവിടെ ഉള്ളതെന്നും തങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഇതിൽ നിന്നും തങ്ങളുടെ സ്ഥലത്തെ അതിർത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണമെന്ന വിചിത്രവാദവുമായാണ് ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്നും വീട് നിർമ്മാണത്തിന് ആവശ്യമായ NOCക്ക് വേണ്ടി പഞ്ചായത്തിലെത്തിയപ്പോൾ പോലും തങ്ങളുടെ സ്ഥലം അവർക്ക് വിട്ടു നൽകിയാലേ NOC നൽകുകയുള്ളൂവെന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞതായും രമ്യ പറഞ്ഞു. എന്നാൽ ഇതേ സമയം ചെന്നൈ സ്വദേശികളായ സ്ഥലമുടമകൾ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്കും റവന്യൂ അധികൃതർക്കും കോടതിയിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. മുരിക്കാശ്ശേരി രാജപുരം കീരിത്തോട് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്ത്. അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് രാജപുരം കീരിത്തോട് വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിലും അശാസ്ത്രീയമായ കലിംഗ് നിർമ്മാണത്തിലുമാണ് അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. സ്കൂളിലെ 2000-ഓളം കുട്ടികളും വാഹനങ്ങളും ജീവനക്കാരും കാൽനടയാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്ന ജംഗ്ഷനാണിത്. 5ഓളം ബസ് സർവീസുകളും ഈ റോഡിലൂടെയുണ്ട്. ജംഗ്ഷനും വളവും കയറ്റവുമുള്ള ഈ ഭാഗത്ത് വേണ്ടത്ര വീതിയില്ലാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. അപ്പോൾ അത് നിലവിൽ നാളുകളിലേക്ക് ഭാവിയിലേക്ക് ഈ റോഡ് പണിയുമ്പം അതും കൂടെ കൂടി കണ്ടുകൊണ്ട് ഭാവി കാര്യങ്ങളിലേക്ക് കണ്ടുകൊണ്ട് ഇത്രയും പണം മുടക്കുമ്പം ആ രീതിയിലുള്ള കൃത്യമായ റോഡിൻ്റെ പണിയാണ് ഇവിടെ ആവശ്യം. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതെടുക്കുന്ന എഞ്ചിനീയർമാരും ആ രീതിയിലേക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് തുടങ്ങുന്ന ഈ ഭാഗം ഇത് ഒരു ചെറിയൊരു കയറ്റമാണ്. ആ കയറ്റം തീർച്ചയായിട്ടും ആ കയറ്റം അവിടെ നിന്ന് ആ മണ്ണെടുത്ത് മാറി ആ സ്കൂളിനോട് ചേർന്ന് സ്കൂൾ നിരപ്പിനോട് ചേർന്ന് റോഡ് വന്നു. ഇതിന് മോൾ ഭാഗത്ത് LP സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഭാഗം നന്നായി നല്ല രീതിയിൽ അത് കോൺക്രീറ്റോ ചെയ്ത് കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഈ റോഡിന് നല്ല രീതിയിലുള്ള ഒരു ബസ് കയറി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ വളവ് തിരിഞ്ഞ് കയറി പോകുന്ന രീതിയിലേക്ക്. കാരണം നാളുകളിൽ ഈ വഴിയിൽ കൂടി ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിയിൽ നിന്ന് നേരെ കീരിത്തോട്ടിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട്. കീരിത്തോട് എന്ന് പറഞ്ഞ സ്ഥലം എറണാകുളം കൊച്ചി കുമളി മെയിൻ റോഡാണ്. ആ റോഡിലേക്ക് കയറുന്ന റോഡാണ് ഇപ്പോൾ. ആ റോഡിനാണ് ഇപ്പം 15 ലക്ഷം രൂപ മുടക്കി പണി തുടങ്ങി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുരിക്കാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ മധുര റോഡാണിത്, നെടുങ്കണ്ടത്ത് വരുന്ന റോഡ്. അതിലെയും ധാരാളം ബസ് സർവീസ് ഉള്ള റോഡാണിത്. അപ്പോൾ ഈ റോഡ് ഇനിയെങ്കിലും ഈ റോഡ് പാതി വഴിയിൽ അവർ പണി ആക്കി വെച്ചിരിക്കുകയാണ്. തുടർന്നുള്ള പണികളിൽ കൃത്യമായ രീതിയിൽ ഭാവിയിലേക്കുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അതിൻ്റെ കൃത്യമായ പരിശോധന നടത്തി നല്ല രീതിയിൽ ഈ റോഡ് പണിത് പോകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ നിർമ്മാണം പരിശോധിക്കണമെന്നും സ്കൂൾ ജംഗ്ഷൻ മുതൽ 150 മീറ്ററോളം ഭാഗം റോഡ് താഴ്ത്തിപ്പണിയുകയും വളവിന് വീതി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും സ്കൂൾ പ്രവർത്തനമുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ട്രാഫിക് നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കട്ടപ്പന ഉപജില്ലാ കലോത്സവം നടക്കുന്ന മേരികുളം സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രധാന കവാടത്തിൽ ഒരുക്കിയ കമാനം ജനശ്രദ്ധ നേടുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കലാകാരന്മാരാണ് കേരളത്തനിമ വിളിച്ചോതുന്ന കമാനം നിർമ്മിച്ചത്. മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് കമാനം ഒരുക്കിയത്. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചുവർ ചിത്രകാരന്മാരും ചേർന്ന് പ്രകൃതിതത്വം പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുമാണ് കമാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കേരള തനിമയെ ഓരോ മലയാളിയെ ഓർമ്മപ്പെടുത്തും വിധമുള്ളവയാണ് ഓരോ ചിത്രങ്ങളും. നമ്മുടെ കലോത്സവത്തിന്റെ വരവറിയിക്കുന്നതിന് വേണ്ടി മികച്ച നിലയിൽ തന്നെ പ്രചരണ പ്രവർത്തനം നടത്താനാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളെയും ഈ നാട്ടിലെ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ആലോചന നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ വന്ന് ബിജു MS-ന്റെയും അതുപോലെ ജിജി ചെറിയാന്റെയും VT സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ എങ്ങനെ പ്രചരണ പ്രവർത്തനം നടത്തുന്നത് ആലോചനകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്നും എങ്ങും ഇല്ലാത്ത നിലയിൽ ഏറ്റവും മനോഹരമായൊരു കമാനം പ്രധാന വേദിയായ ഹൈസ്കൂളിന് മുമ്പിൽ തീരുമാനിച്ചത്.
അങ്ങനെ കമാനം ഇടാൻ ഞങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് വേദിയുടെ പേര് നീലക്കുറിഞ്ഞിയാണ് എന്ന നിലയിൽ വരുന്നത്. അങ്ങനെ കമാനത്തിന്റെ പേര് അവിടെ കമാനത്തിന്റെ കളറ് നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ടോ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തുണി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കമാനം നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാന സ്റ്റേജായ നീലക്കുറിഞ്ഞിയുടെ പ്രവേശന കവാടത്തെ വ്യത്യസ്തമാക്കുന്നത് പേപ്പർ പൂക്കളും തെർമോക്കോൾ ഉപയോഗിച്ചുള്ള ഡിസൈനുകളും പേപ്പർ ഗ്ലാസുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതിയുമാണ്. ഇതോടൊപ്പം കലോത്സവ നഗരിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സെൽഫി എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുണ്ട്. കട്ടപ്പന ഉപജില്ലാ കലോത്സവ നഗരിയിൽ കൊച്ചുകുട്ടികൾ തയ്യാറാക്കിയ ചിത്രരചനാ പ്രദർശനം ശ്രദ്ധയാകർഷിക്കുന്നു. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ സ്കൂളുകളിലെ കൊച്ചുകുട്ടികൾ തയ്യാറാക്കിയ ചിത്രങ്ങൾ നഗരിയിൽ പ്രദർശിപ്പിച്ചത്. വിവിധ സ്കൂളുകളിലെയും അംഗൻവാടികളിലെയും കൊച്ചുകുട്ടികൾ തയ്യാറാക്കിയ വിവിധ ചിത്രങ്ങളാണ് കലോത്സവ നഗരിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളും കലോത്സവത്തിന് പിന്തുണ അർപ്പിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചിത്രങ്ങൾ കലോത്സവ നഗരിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ ചിത്രരചന പ്രദർശനം ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ നമ്മളത് എല്ലാ സ്കൂളുകളിലും അറിയിക്കുകയും എല്ലാ സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നും ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികൾ അതിന് ഒരുപാട് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ എത്തുകയുണ്ടായി. അതൊക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു. ആ കുട്ടികൾക്കെല്ലാം വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. വിവിധ കലകളുടെ ആകർഷണീയമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. കലാമത്സരങ്ങൾ കാണുവാനെത്തുന്നവർ ഈ ചിത്രങ്ങൾ കൂടി കണ്ടേ മടങ്ങുകയുള്ളൂ. കൊച്ചുകുട്ടികളുടെ സർഗ്ഗശേഷി വികസിപ്പിക്കുക, പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളും പബ്ലിസിറ്റി കമ്മിറ്റി ചിത്ര പ്രദർശനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നു. കേരള കരാട്ടെ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയ അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ആർ സ്വരാജ് അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും അംഗീകാരമുള്ള കേരള കരാട്ടെ അസോസിയേഷൻ്റെ അംഗത്വമുള്ള ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ കരാട്ടെ പരിശീലകരുടെ യോഗം കട്ടപ്പന YMCA ഹാളിൽ ചേർന്നു. കേരള കരാട്ടെ അസോസിയേഷൻ ചുമതലപ്പെടുത്തിയ അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ ആർ സ്വരാജ് അധ്യക്ഷത വഹിച്ചു. വിഷയാധിഷ്ഠിതമായ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ആത്മസമയം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉള്ളവരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പറ്റില്ല. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരെ കൺവിൻസ്ഡ് ആവണം. കുറേ അഭിപ്രായങ്ങൾ വരും, പക്ഷെ തീരുമാനമൊന്നുമില്ല. ആ തരത്തിലേക്ക് പോകുന്ന ഒരു ബോഡി ഉണ്ടാവണം. സെക്രട്ടറി നല്ല പണി. ഈ ജില്ലയിലുള്ള ക്ലബുകളിലെല്ലാം രജിസ്ട്രേഷൻ നടത്തണം. സമയാസമയങ്ങളിൽ സംസ്ഥാനത്ത് വരുന്ന നാഷണൽ ഇതെല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. കത്തുവിട്ടാൽ മാത്രം പോരാ. വിളിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാനും ഇടപെടാനും ആ സംസാരത്തിൽ നിന്ന് അത് പങ്കെടുക്കാനുള്ള കഴിവും കൂടി സെക്രട്ടറിക്ക് ഉണ്ടാവും. അവർ വരും, സെക്രട്ടറി വിളിച്ചത് ഒരു നല്ലൊരു ടോപ്പിക്കുകളായിരുന്നു ഞങ്ങളെ. അങ്ങനെയുള്ള ഒരു സെക്രട്ടറിയും പ്രസിഡന്റും. ഇനി അതിനേക്കാൾ ഒരു അക്കൗണ്ടബിലിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഈച്ച് ഓർഗനൈസേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടുക്കി ജില്ലയിലെ കരാട്ടെ അസോസിയേഷനിൽ അംഗത്വമെടുത്ത് പരിശീലനം നടത്തിവരുന്ന 35-ൽ അധികം പരിശീലകർ യോഗത്തിൽ പങ്കെടുത്തു. കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി ചന്ദ്രശേഖര പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ PP വിജയകുമാർ ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ അസോസിയേഷൻ നിലവിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ച സാഹചര്യത്തിൽ കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. ബാനർജി PV കൺവീനറായി 5-അംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി. യോഗത്തിൽ YMCA പ്രസിഡന്റ് രജിത് ജോർജ്, YMCA നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ്, സെക്രട്ടറി KJ ജോസഫ്, ട്രഷറർ UC തോമസ്, ദിലീപ് OS, സലിം MK, ബിനു, യേശുദാസ്, കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോയ് പോൾ, ഭരണസമിതി അംഗം KA ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ N രാഘവേന്ദ്രൻ പോറ്റി അനുസ്മരണം സംഘടിപ്പിച്ചു. KGOA ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് PS ഉദ്ഘാടനം ചെയ്തു. 1973-ൽ സർക്കാർ സർവീസിൽ പൊതുമരാമത്ത് വകുപ്പിൽ LD ക്ലർക്കായിട്ടാണ് N രാഘവേന്ദ്രൻ്റെ നിയമനം. തുടർന്ന് തൃശൂരിൽ സംഘടനാ പ്രവർത്തനത്തിലൂടെ NGO യൂണിയന്റെ നേതൃത്വത്തിലേക്കെത്തി. 1978-ൽ തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ നിയമിതനായി. പബ്ലിക് ഓഫീസ് ബ്രാഞ്ച് സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1981-ൽ PSCയിൽ അസിസ്റ്റന്റായി നിയമനം ലഭിച്ചു.
അണ്ടർ സെക്രട്ടറിയായി 2007 സർവീസിൽ നിന്നും വിരമിച്ചു. 1974 അഖിലേന്ത്യാ പണിമുടക്കിലും 1979 ജനറൽ ആശുപത്രി ജീവനക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിലും 1982 ലീവ് സറണ്ടർ സംരക്ഷണ സമരത്തിലും പോലീസിന്റെ ഭീകരമായ മർദ്ദനമേറ്റു. PSC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, FSCTO വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഒരു സമരസംഘടന എന്ന നിലയിൽ നിന്നും PSC എംപ്ലോയീസ് യൂണിയനെ ആശയപരമായും സംഘടനാപരമായും ഈ മേഖലയിൽ ബഹുഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്ന സംഘടന എന്ന നിലയിലേക്ക് വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. സംഘടനാ രംഗത്തു മാത്രമല്ല ഔദ്യോഗിക ജോലികളിലും മാതൃകയായിരുന്നു N. രാഘവേന്ദ്രൻ. 2011 നവംബർ 8 സ്വന്തം വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിയന്ത്രണം നഷ്ടമായ വാഹനം പിടിച്ച മരണപ്പെടുകയായിരുന്നു. കട്ടപ്പന PSC ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച യോഗം KGOA ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൽ സമദ് PS ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. ആ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആള് ഇടതുപക്ഷ സഹയാത്രികനാവുക, അതും അന്നത്തെ കാലത്ത് ഇടതുപക്ഷ സഹയാത്രികനാവുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. പക്ഷെ അവിടെ തന്നെ അവർ എന്തുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികനായി എന്നുള്ളതിനുണ്ട്. ഭൂപരിഷ്കരണ നിയമം മൂലം അദ്ദേഹത്തിന് മറ്റേ അർഹതപ്പെട്ട ഭൂമി ലഭിക്കാതെ വന്നപ്പോൾ അതിൻ്റെ ഒരു സമരത്തിൽ ഇടതുപക്ഷ സംഘടനകളാണ് പങ്കെടുത്തത്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടേതായ എന്ന് പറഞ്ഞാൽ അന്ന് വരേണ്യവർഗം, അന്നല്ല അന്നുണ്ടായിരുന്ന ആ വർഗത്തിന്റെ സമരം വരെ ഏറ്റെടുത്ത് നടത്താൻ ഇടതുപക്ഷ എന്ന് പറഞ്ഞാൽ ആരാണോ എവിടെയാണോ അത് നിയമം ലംഘിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നീതി നടപ്പാക്കാത്തത് ആ മേഖലകളിൽ എല്ലാ ഇടതുപക്ഷ സംഘടനകളാണ് എന്നും പ്രക്ഷോഭത്തിന് നിലനിന്നിട്ടുള്ളതെന്നാണ് നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ദിവ്യ PD അധ്യക്ഷത വഹിച്ചു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സുജിത കൃഷ്ണൻ, ട്രഷറർ രജനി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസും അലൻ ആൻഡ് ഹാർബർ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കട്ടപ്പന ട്രാഫിക് SI T. ബിജു ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ക്യാമ്പയിനും സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പുമാണ് HMTA ഹാളിൽ സംഘടിപ്പിച്ചത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസിന്റെയും അലൻ ആൻഡ് ഹാർബർ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്രപരിശോധന നടത്തിയത്. തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും പൊതുജനങ്ങൾക്കും സേവനം നൽകിക്കൊണ്ടായിരുന്നു ക്യാമ്പിന്റെ പ്രവർത്തനം. കട്ടപ്പന ട്രാഫിക് സബ് ഇൻസ്പെക്ടർ T. ബിജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും മോട്ടോർ തൊഴിലാളി സുഹൃത്തുക്കളിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. ഈ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മോട്ടോർ തൊഴിലാളിയെ സംബന്ധിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാണ് മോട്ടോർ ഡ്രൈവിംഗ് ജോലി എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നേത്രം അഥവാ കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിന്റെ പരിശോധന എത്രമാത്രം കണ്ണിന്റെ പ്രവർത്തനം ഭംഗിയാകുമോ അത്രയും അയാളുടെ ജാഗ്രത കൂടുമെന്നാണ് പറയുന്നത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയും ആനുകൂല്യങ്ങളെയും കുറിച്ച് മോട്ടോർ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം മനോജ് സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. HMTA പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളടക്കം പരിപാടിയിൽ സന്നിഹിതരായി. നിരവധി ആളുകൾ ക്യാമ്പിലും ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കളക്ടറുടെ ചിന്ന ചിന്നയാശയ പദ്ധതിയിൽ പങ്കാളികളായി മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ഇവർ സമാഹരിച്ച സാധനങ്ങൾ സ്കൂൾ അധികൃതർ കളക്ടർ V. വിഘ്നേശ്വരിക്ക് കൈമാറി. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് ശിശുദിനത്തിൽ സമ്മാനങ്ങൾ നൽകുന്നതിനായി ചിന്ന ചിന്നയാശ എന്ന പദ്ധതിയിൽ പങ്കാളികളാകുകയാണ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ. കളക്ടറിന്റെ പദ്ധതിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോഓർഡിനേറ്റർ ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും യോഗം വിളിക്കുകയും പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും PTA ഭാരവാഹികളുടെയും ഏകമനസ്സോടെ ജില്ലയിലെ 7 സ്ഥാപനങ്ങളിലെ 22 കുട്ടികൾക്ക് സമ്മാനങ്ങൾ വാങ്ങി നൽകി. തുടർന്ന്
ബുധനാഴ്ച രാവിലെ കളക്ടറേറ്റിൽ വെച്ച് സമ്മാനങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്ക് കൈമാറി. ഫുട്ബോളുകൾ, വോളിബോളുകൾ, സ്കൂൾ കിറ്റ്, ഷട്ടിൽ ബാറ്റുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ വിവിധ സമ്മാനങ്ങളാണ് ഇവർ കളക്ടറേറ്റിൽ എത്തിച്ചു നൽകിയത്. വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം വളർത്തുന്നതിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പറഞ്ഞു. സർക്കാർ അംഗീകാരത്തോടെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 43 ചൈൽഡ് ഹോമുകളിലെ 1084 അധികം കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒരു ശിശുദിന സമ്മാനമായി ചിന്ന ചിന്ന ആശ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ജില്ലയിലുള്ള സുമനസ്സുകളെല്ലാം തന്നെ ആ പദ്ധതിയുടെ ഭാഗമായി കൈകോർക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആ ഒരു വാർത്ത പ്രത്യേകിച്ച് മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് ടീമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ലിൻസി ടീച്ചറുടെ ശ്രദ്ധയിൽ ആ വാർത്ത പെടുകയും ടീച്ചർ ഉടൻ തന്നെ ഈ സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ സർവീസ് ടീമിൻ്റെ വകയായി അവിടെയുള്ള രക്ഷിതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി കൂടുകയും അവരുടെ എല്ലാം കൂട്ടായ ഒരു തീരുമാനത്തോടുകൂടെ കുറച്ച് കുട്ടികൾക്ക് ഏകദേശം 25-ലധികം കുട്ടികൾക്ക് ഒരുപോലൊരു ഗിഫ്റ്റ് കൈമാറുവാൻ വേണ്ടി പ്ലാനിട്ടു. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത് കളക്ടറേറ്റിൽ കൊണ്ട് കൊടുക്കുകയാണ്. പരിപാടിക്ക് പ്രിൻസിപ്പൽ KL സുരേഷ് കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ S മുനിസ്വാമി, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, സ്കൂൾ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ലിൻസി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സ്പൈസസ് മോർ ട്രേഡിംഗ് കമ്പനി കുമ്പളി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 212. വിൽപ്പനയ്ക്ക് വന്നത് 63,805. വിൽപ്പന നടന്നത് 62,815. കൂടിയ വില 3000. ശരാശരി വില 2,715. കട്ടപ്പന കമ്പോളം. കുരുമുളക് 640. ഏലം കൂടിയ വില 2,650. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 365 രൂപ. ഗ്രാമ്പു 900. കൊക്കോ 85. റബ്ബർ 200. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 7,045 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറയൂരിലെ കാർഷിക ഭൂമിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. 3 കർഷകരുടെ ഉടമസ്ഥയിലുള്ള 6 ഏക്കർ ഭൂമിയിൽ നിന്നും 2,500ഓളം കവുങ്ങുമരങ്ങൾ വെട്ടി നശിപ്പിച്ചു. 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ. ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായി വണ്ടൻമേട്ടിൽ നിർമ്മിച്ച കെട്ടിടം നാശത്തിന്റെ വക്കിലേക്ക്. 34 വർഷം മുമ്പാണ് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചത്. എന്നാൽ 1 വർഷം മാത്രമാണ് ഇത് പ്രവർത്തിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ തെളിവാണ് വണ്ടൻമേട്ടിലെ ഈ ട്രെയിനിംഗ് സെന്റർ. കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവിതശൈലി രോഗനിർണയവും ബോധവൽക്കരണ ക്ലാസും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR ഉദ്ഘാടനം ചെയ്തു. തടസ്സങ്ങൾ നീക്കാം, വിടവുകൾ നികത്താം എന്നതാണ് ഇത്തവണ പ്രമേഹ ദിനാചരണത്തിന്റെ സന്ദേശം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.